LP, UP ഇൻ്റർവ്യൂവിന് ആവശ്യമായ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കളിപ്പാട്ടം. പുതിയ പഠനരീതികൾ പരിചയപ്പെടുത്തുന്നതിന് അധ്യാപകർക്കായി SCERT തയ്യാറാക്കിയ കൈപ്പുസ്തകം. കളിപ്പാട്ടമെന്നാൽ പുതിയ പഠനരീതികൾ പരിചയപ്പെടുത്തുന്നതിന് അധ്യാപകർക്കായി SCERT തയ്യാറാക്കിയ കൈപ്പുസ്തകമാണ് കളിപ്പാട്ടം. അടുത്തത് കൗമാരസ്ഥൗല്യം. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച സൗജന്യ പദ്ധതി. കൗമാരസ്ഥൗല്യം. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച സൗജന്യ പദ്ധതിയാണ് കൗമാരസ്ഥൗല്യം. ഇതിനനുസരിച്ച് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആയുർവേദ മരുന്നുകൾ കൊണ്ടുള്ള തിരുമ്മലും യോഗയും അടങ്ങുന്ന പാക്കേജാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൗമാരസ്ഥൗല്യത്തിനനുസരിച്ച് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആയുർവേദ മരുന്നുകൾ കൊണ്ടുള്ള തിരുമ്മലും യോഗയും അടങ്ങുന്ന പാക്കേജാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തതാണ് സ്കൂൾ പൗൾട്രി ക്ലബ്ബ്. സ്കൂൾ പൗൾട്രി ക്ലബ്ബ്. തിരഞ്ഞെടുത്ത സ്കൂൾ പൗൾട്രി ക്ലബ്ബുകളുടെ 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയും അതിനുവേണ്ട തീറ്റയും ലഭ്യമാക്കുന്നതിനു ധനസഹായം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതി. സ്കൂൾ പൗൾട്രി ക്ലബ്ബാണ്. തിരഞ്ഞെടുത്ത സ്കൂൾ പൗൾട്രി ക്ലബ്ബുകളുടെ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയും അതിനുവേണ്ട തീറ്റയും ലഭ്യമാക്കുന്നതിന് ധനസഹായം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്കൂൾ പൗൾട്രി ക്ലബ്ബ്. അടുത്തത് ഹെർമിറ്റേജ്. അനാഥരും നിരാലംബരുമായ അധ്യാപകർക്കായി തിരുവനന്തപുരം പേട്ടയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. അനാഥരും നിരാലംബരുമായ അധ്യാപകർക്കായി തിരുവനന്തപുരം പേട്ടയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹെർമിറ്റേജ്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഹെർമിറ്റേജ് നടത്തിക്കൊണ്ടു പോകുന്നത്. അടുത്തത് വിജ്ഞാൻ വാടി. പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻ വാടികൾ. വിജ്ഞാൻ വാടികൾ എന്നാൽ പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻ വാടികൾ. പട്ടികജാതി സങ്കേതങ്ങളോടനുബന്ധിച്ചാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അടുത്തതാണ് വിദ്യാതീരം. വിദ്യാതീരം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നതിന് തയ്യാറാക്കിയ പദ്ധതി. വിദ്യാതീരം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നതിന് തയ്യാറാക്കിയ പദ്ധതിയാണ് വിദ്യാതീരം. അടുത്തതാണ് ബുക്ക് ബാങ്ക്. ബുക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകി വരുന്ന പദ്ധതി. ബുക്ക് ബാങ്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകി വരുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക്. അടുത്തത് ബാലമുകുളം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ബാലമുകുളം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി. അടുത്തത് IT അറ്റ് സ്കൂൾ. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി ആരംഭിച്ച പദ്ധതി. നെക്സ്റ്റ് സ്മൈൽ പദ്ധതി. സ്മൈൽ പദ്ധതി സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ്. സ്മൈൽ പദ്ധതിയുടെ ഫുൾ ഫോമാണ് സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ്. പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതി. സ്മൈൽ പദ്ധതി ആരംഭിച്ചത് 2013-ലാണ്.
വിതുര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കിയത്. സ്മൈൽ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് വിതുര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. രണ്ടാമതായി നടപ്പിലാക്കിയത് പത്തനാപുരത്തും. സ്മൈൽ പദ്ധതിയുടെ ഫുൾ ഫോമാണ് സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ്. നെക്സ്റ്റ്, വിദ്യായാത്ര. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര. അടുത്തത് നൈപുണ്യ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ. നെക്സ്റ്റ്, അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതി. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. കെസ്റോ. കെസ്റു ഫുൾ ഫോമാണ് കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്ട്രേഡ് അൺഎംപ്ലോയിഡ്. കെസ്റുവിൻ്റെ ഫുൾ ഫോം കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്ട്രേഡ് അൺഎംപ്ലോയിഡ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് കെസ്റോ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് കെസ്റോ. അടുത്തത് ആശ്വാസ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക ആരോഗ്യ വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതി. ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി. നെക്സ്റ്റ്, ഗോത്രസാരഥി ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി. താങ്ക് യു.